നന്ദൻ്റെ സ്വന്തം യാമി. രചന, എഡിറ്റിംഗ്, അവതരണം രുദ്രപ്രിയ. നന്ദ, കാപ്പി എടുക്കട്ടെ മോനെ? വേണ്ടമ്മേ, അമ്മ കിടന്നോ, ഞാൻ കട്ടനിട്ട് കുടിച്ചിട്ട് പൊക്കോളാം. നന്ദൻ ചെറുചിരിയോടെ പറഞ്ഞുകൊണ്ട് അമ്മയുടെ മുറിയുടെ വാതിൽ ചാരി അടുക്കളയിലേക്ക് നടന്നു. കണ്ണുകൾ അടച്ചു കിടന്നെങ്കിലും ജാനകിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. അവരുടെ മനസ്സിൽ കുഞ്ഞു നന്ദൻ്റെ ചിരിതൂകിയ മുഖം മിഴിവോടെ തെളിഞ്ഞു വന്നു. ഇന്നുള്ളത് അവൻ്റെ വെറും നിഴലാണെന്ന് അവർക്ക് തോന്നി. എത്ര സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബമായിരുന്നു. എല്ലാം തകർന്നത് തൻ്റെ വിധിയാകും എന്നവർ ആശ്വസിച്ചു. എങ്കിലും അതിലില്ലാതായത് നന്ദൻ്റെ ബാല്യമാണ്. അച്ഛനുണ്ടാക്കിയ കടബാധ്യത കാരണം ഇന്നും കഷ്ടപ്പെടുകയാണവൻ. ഒരു കുഴപ്പവുമില്ലാതെ പോയിരുന്ന ഗോപിനാഥൻ്റെ ബിസിനസ് കൂടെ നിന്ന ഒരാളുടെ ചതി കാരണം ഒരിക്കലും കരകയറാൻ പറ്റാത്ത കടക്കണിയിലേക്ക് എത്തിച്ചു. അതിനൊപ്പം പ്രതീക്ഷിക്കാതെ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ ആക്സിഡൻറ്റ് ആ കുടുംബത്തെ ആട്ടിയുലച്ചു. അതിൽ അദ്ദേഹം മരണമടഞ്ഞു. എല്ലാ സമ്പാദ്യവും വിറ്റിട്ടും കടം തന്നെ ഒരുവിധമാണ് തീർക്കാനായത്. പിന്നീടുള്ള ജീവിതം ഒന്നിൽ നിന്ന് തുടങ്ങുകയായിരുന്നു. സൗഭാഗ്യങ്ങളുടെ നടുവിൽ നിന്ന് പെരുവഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ജാനകിക്ക് സ്വന്തമെന്ന് പറയാൻ മതിലകം വീടും മൂത്തമകൾ നന്ദിതയും പിന്നെ മകൻ നന്ദനും മാത്രമാണ് ഉണ്ടായിരുന്നത്. അന്ന് നന്ദിത ഡിഗ്രിക്കും നന്ദൻ +2 പഠിക്കുന്ന കാലം. പഠിക്കാൻ മിടുക്കനായിരുന്നിട്ടും തൻ്റെ സ്വപ്നങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവൻ ജോലിക്കിറങ്ങി. കിട്ടിയ ജോലികളെല്ലാം ചെയ്തു. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രണയവിവാഹത്തിൽ നാടുവിട്ടു വന്ന അവർക്ക് സഹായത്തിന് എന്നും ഉണ്ടായിരുന്നത് സദാശിവനും കുടുംബവുമാണ്. കൃഷിപ്പണി ചെയ്തിരുന്ന സദാശിവന് പറ്റുന്ന പോലൊക്കെ അവരെ സഹായിച്ചിരുന്നു. ആരുമില്ലാത്തവർക്ക് ആകെയുണ്ടായിരുന്ന തുണയായിരുന്നു ആ കുടുംബം. അതുകൊണ്ട് തന്നെ മനുഷ്യബന്ധങ്ങളെക്കാൾ വില മറ്റൊന്നിനുമില്ലെന്ന് നന്ദന് അറിയാം. താമസിച്ചിരുന്ന വീട് പോലും വിറ്റപ്പോഴും അവൻ മതിലകം മാത്രം നഷ്ടപ്പെടുത്താൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തലചായ്ക്കാൻ എന്നും ഒരു കൂരയുണ്ടായിരുന്നു. ഗോപിനാഥനെ അടക്കിയിരുന്നതും ആ മണ്ണിലാണ്. മുഴുപട്ടിണിയായിരുന്നപ്പോഴും അവൻ അത് കൈവിടാൻ തയ്യാറല്ലായിരുന്നു. അച്ഛൻ ഉറങ്ങുന്ന മണ്ണ് അവന് കൈവിട്ട് കളയാൻ മനസ്സ് വന്നില്ല. ജീവിതം അവനെതിരെ പടപൊരുത്തിയപ്പോൾ അവൻ സധൈര്യം അമ്മയെയും സഹോദരിയെയും ചേർത്ത് നിർത്തി എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തു. ഇപ്പോൾ നന്ദന് 28 വയസ്സായി. അവൻ്റെ പ്രായത്തിലുള്ള മറ്റുള്ളവർ സ്വന്തം ജീവിതം ആസ്വദിക്കുമ്പോൾ അവൻ കൃഷിപ്പണി ചെയ്തും രാത്രിയിൽ ഓട്ടോ ഓടിച്ചും കൂലിപ്പണിക്ക് പോയും ഒക്കെയാണ് കുടുംബം നോക്കിയത്. അവൻ്റെ ചേച്ചിയെ മോശമല്ലാത്ത രീതിയിൽ അവൻ ജയദേവൻ എന്ന പോസ്റ്റ്മാന് വിവാഹം ചെയ്തു കൊടുത്തു. അവർ സന്തോഷമായി ജീവിക്കുന്നു. എല്ലാം വിറ്റപ്പോൾ അതിൽ നഷ്ടപ്പെടുത്താതെ നന്ദൻ പടവെട്ടി നേടിയതാണ് അവരുടെ വീട്, മതിലകം. അവിടെ നിന്നുമാണ് ഗോപിനാഥനും ജാനകിയും അവരുടെ ജീവിതം തുടങ്ങിയത്.